ഇന്നത്തെ യോഗത്തിൽ 14 പേർ വന്നിട്ടില്ല. എല്ലാ യോഗങ്ങളിലും ഒരു 5% ആൾക്കാർ വരില്ല. നിങ്ങളുടെ പത്രപ്രവർത്തക യൂണിയൻ്റെ സമ്മേളനങ്ങളിൽ 100% ആൾക്കാർ വരുമോ? രാജ്യത്തെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ യോഗങ്ങളിൽ 100% ആൾക്കാർ വരുമോ? പാർലമെൻറ്റ് നടക്കുമ്പോൾ പോലും 100% ആൾക്കാർ വരില്ല. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള വാർത്തകൾ കൊടുത്ത് നിങ്ങൾക്കൊരു മടുപ്പ് വരുന്നില്ലേ? എന്താ നിങ്ങൾ രാവിലെ മുതൽ കൊടുത്ത് ഇത് 3 ദിവസമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? സംസ്ഥാനമല്ല, ഞാൻ പറയട്ടെ, നിങ്ങൾ കൊടുക്കുന്നതിന് എനിക്ക് വിരോധമില്ല. പക്ഷെ ആ കൊടുക്കുന്നതിന് എന്തെങ്കിലും ഒരു സത്യസന്ധത വേണ്ടേ? നിങ്ങളെന്താ പറഞ്ഞത്? 3 ദിവസമായിട്ട് നേതൃമാറ്റം അങ്ങനെ അറിയുന്നു, ഇങ്ങനെ ആഞ്ഞടിക്കുന്നു. എന്താണ് ആഞ്ഞടിച്ചത്? ആരാണ് ആഞ്ഞടിച്ചത്? ഓരോ സമയം കഴിയുമ്പോൾ നിങ്ങൾ വിഷയങ്ങൾ മാറ്റുകയാണ്. അതൊരു മീഡിയ എത്തിക്സിന് നല്ലതാണോ നിങ്ങൾ നോക്കും? ദേശീയ നിർവാഹക സമിതി അംഗമല്ല. ആരാണ് ദേശീയ നിർവാഹക സമിതി? ദേശീയ നിർവാഹം 2-3 ആൾക്കാർ ഇവിടെ ഉള്ളൂ. ആദ്യം അതെങ്കിലും ശ്യാമേ, BJPക്ക് എത്ര, കേരളത്തിൽ നിന്ന് എത്ര ദേശീയ നിർവാഹക സമിതി അംഗങ്ങളുണ്ട്? ഇതൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് വേണം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ. അതെ, നിങ്ങൾ പോയി പറയിപ്പിക്കുന്നതല്ലേന്ന്. നിങ്ങൾ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ച അല്ലല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇന്നലെ ഏഷ്യാനെറ്റാണെന്ന് തോന്നുന്നു. അതായത് കൗൺസിലർമാർക്കെതിരെ ഏഷ്യാനെറ്റിൽ പോയിട്ട് കൗൺസിലർമാർക്കെതിരെ നടപടി വരുന്നു. ആര് പറഞ്ഞു നടപടി വരുന്നു? അല്ല, എനിക്കറിയാത്തോണ്ട് ചോദിക്കുക. കൗൺസിലർമാർക്കെതിരെ പരാതി കേന്ദ്ര നേതൃത്വത്തിന് കൊടുക്കുന്നു. അപ്പോൾ കൗൺസിലർമാർ പറയില്ലേ ഞങ്ങളൊന്നും തെറ്റ് ചെയ്തിട്ടില്ല? അല്ല, പാലക്കാടും ചേലക്കരയും വയനാടും ഞങ്ങൾ പരിശോധിക്കുന്നല്ലേ ഉള്ളൂ. അതിനുമുമ്പ് എങ്ങനെ പറയാൻ പറ്റും? നിങ്ങൾ ഞാനിപ്പോൾ നേതൃമാറ്റം എനിക്കിപ്പോൾ ഞാൻ വൈകുന്നേരം തിരക്കുമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങൾ പരിശോധിച്ചിട്ടാണോ പറഞ്ഞത്? അല്ലല്ല, നിങ്ങൾ കുറേ പേര് കഴിഞ്ഞ 2 ദിവസമായിട്ട് പറയുന്നുണ്ടല്ലോ. നിങ്ങൾ പരിശോധിച്ചിട്ടാണോ പറഞ്ഞത്? അപ്പോൾ നിങ്ങൾ പരിശോധിച്ച് വ്യക്തത വരുത്തുന്ന ഒരു വാർത്തയ്ക്ക് ഞാൻ മറുപടി പറയാം. നിങ്ങൾ പിതൃശൂന്യമായിട്ടുള്ള വാർത്തകൾ കൊടുത്തിട്ട് എന്നോട് നിങ്ങൾ മറുപടി ചോദിക്കരുത്. എത്ര കാലമായി നിങ്ങൾ ഈ പ്രവൃത്തി? 2020 ഫെബ്രുവരി 15 മുതൽ നിങ്ങൾ ഇത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന വാർത്തയ്ക്ക് എന്ത് ആധികാരികതയാണുള്ളത്? ആരാണ് നിങ്ങളെ നയിക്കുന്നത്? സത്യസന്ധതയുടെ ഒരു അംശം പോലും വേണ്ട ഒരു വാർത്ത കൊടുക്കുമ്പോൾ. അതൊന്നും ചെയ്യാതെ പിന്നെ എന്നോട് വന്ന് ചോദിച്ചു. എനിക്ക് ഞാനാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ മുമ്പിൽ വരില്ല. ഇത്രയും കള്ള വാർത്ത കൊടുത്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് എൻ്റെ മുമ്പിൽ വന്നിരിക്കാൻ പറ്റുന്നത്? അല്ല, ഞങ്ങളുടെ മുമ്പിൽ വന്നിരിക്കാൻ പറ്റും? അല്ല, ഞാൻ അറിയാത്തോണ്ട് ചോദിക്കും. ഇത്രയും പച്ച കള്ളങ്ങൾ നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ വന്ന് ഒരു നാണവുമില്ലാതെ ഇങ്ങനെ ഇരിക്കാൻ കഴിയില്ല? അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. സംഘടനയെ നോക്കാനല്ലേ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് വേറെ ജോലിയല്ലേ? അതെന്താണ്? സംഘടനയെ നോക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടോ? അല്ല, പാർട്ടി പ്രവർത്തകരെ കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ എന്തിനാണ് ഇടപെടുന്നത്? നിങ്ങൾക്കിപ്പോൾ സംസ്ഥാന നേതൃത്വത്തെ മാറ്റിയിട്ട് നിങ്ങൾക്ക് എന്താ ഇപ്പോൾ കിട്ടാനുള്ളത്? നിങ്ങളോട് ആരും പറഞ്ഞു? അല്ല, ഞാൻ ചോദിക്കാം. എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ ചോദിക്കുന്നത് സ്ഥലം താങ്കളെപ്പോലുള്ള ആൾക്കാരുടെ വിടുവായത്തം കേട്ടിട്ട് നടപടി എടുക്കാനുള്ളതാണ് പാർട്ടി? ആയിക്കോട്ടെ, ആണോ? ചുമ്മാ വെറുതെ എന്നെ കൊണ്ട് പ്രബോധനം. അല്ലല്ല, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി, നിങ്ങൾ കൊടുക്കുന്ന വാർത്ത. ഞാനിപ്പോൾ BJPക്ക് അകത്ത് ഒരാൾ പരസ്യ പ്രസ്താവന നടത്തിയാൽ നിങ്ങൾ വാർത്ത കൊടുക്കണമെന്ന് പറഞ്ഞില്ല. പക്ഷേ കഴിഞ്ഞ 72 മണിക്കൂറായി നിങ്ങളെല്ലാം സംപ്രേഷണം ചെയ്ത വാർത്തകൾ ഒരല്പം നിങ്ങളുടെ നിഘണ്ടുവിൽ ലജ്ജ എന്ന് പറയുന്നൊരു വാക്കുണ്ടെങ്കിൽ നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് എടുത്ത് അടിച്ച് നോക്ക്. ഇത് മര്യാദയല്ല, ഇതിന് വേറെ പണിയെന്നാണ് പറയുന്നത്. ഇത് മാധ്യമ പ്രവർത്തനമല്ല. അതുകൊണ്ട് മാധ്യമ പ്രവർത്തകരായാലും മാധ്യമ സ്ഥാപനങ്ങളായാലും ഒരല്പമെങ്കിലും സത്യസന്ധത പുലർത്തണം. ഏത് കാര്യം പറയുമ്പോഴും എഴുതുമ്പോഴും ഒരല്പമെങ്കിലും. നിങ്ങൾ 100% ഹരിശ്ചന്ദ്രനാവണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ കൊടുക്കുന്ന വാർത്തകളിൽ സത്യത്തിൻ്റെ ഒരു അംശമെങ്കിലും ഉണ്ടാവണം. അത് നിങ്ങൾ പാലിക്കാത്തത് കൊണ്ടാണ് നിർഭാഗ്യവശാൽ ഇത്രയും കാര്യങ്ങൾ പറയേണ്ടി വന്നത്. അല്ല സാർ, പെയ്ഡ് റിപ്പോർട്ടിംഗ്, പെയ്ഡ് വാർത്തകൾ കൊടുത്തിട്ട് അല്ലെന്ന് നിങ്ങൾ പെയ്ഡ് വാർത്തകളാണ് ഇതെല്ലാം വരുന്നത്. അല്ല, അതിന് ഞാൻ പറഞ്ഞില്ല. ആ വാർത്തയ്ക്കെതിരെ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അതാണ് ആ ഒരു വാർത്തയുടെ പേരിലല്ല അല്ലല്ലോ നിങ്ങളിപ്പോൾ കഴിഞ്ഞ 72 മണിക്കൂർ നിങ്ങൾ കൊടുത്ത വാർത്തകളെല്ലാം അങ്ങനെയാണോ? അല്ല, എൻ്റെ ചോദ്യത്തിന് ശ്യാമേ കുറച്ചെങ്കിലും ഒരു മര്യാദ വേണം. ഒന്ന്, നിങ്ങൾ പറഞ്ഞു ശോഭാ സുരേന്ദ്രൻ ആഞ്ഞടിക്കുന്നു. എവിടെ ആഞ്ഞടിച്ചു? ശോഭാ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചു. എവിടെ അട്ടിമറിച്ചു? BJPക്കകത്ത് വലിയ ആഭ്യന്തര യുദ്ധം. എവിടെ? സംസ്ഥാന നേതൃയോഗത്തിൽ കൊടുങ്കാറ്റും പേമാരിയും. എവിടെ? ഇന്ന് വൈകുന്നേരം തീരുമാനമാവും. ആര് പറഞ്ഞു നിങ്ങളോട് ഇതൊക്കെ? ഇപ്പോൾ ഒരു യോഗത്തിൽ MT രമേശ് വന്നില്ല. ഇതിനു മുമ്പ് എത്ര യോഗത്തിൽ സുരേന്ദ്രൻ വന്നില്ല? എത്ര യോഗത്തിൽ ശോഭാ സുരേന്ദ്രൻ വന്നില്ല? എത്ര യോഗത്തിൽ രമേശ് വന്നില്ല? അപ്പോൾ നിങ്ങളിങ്ങനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത് ഒരു സാമാന്യ മര്യാദയുടെ ലംഘനമാണ്.
മറ്റൊരു പാർട്ടിയോട് നിങ്ങൾ കാണിക്കാത്ത കാര്യമാണ്. ഗോവിന്ദനോട് നിങ്ങൾ പോയിട്ട് ചോദിക്കുക, അല്ല ഇന്ന് വൈകുന്നേരം മാറുമെന്ന്. എൻ്റെ ഒരു ചോദ്യം, MP ഗോവിന്ദനോട് നിങ്ങൾ ആരെങ്കിലും പോയിട്ട് ഇന്ന് വൈകുന്നേരം നിങ്ങൾ മാറുമെന്ന് ചോദിക്കുക. എൻ്റെ മുമ്പിൽ വന്ന് നിങ്ങൾ എത്ര തവണ ചോദിച്ചു? അതൊരു എത്തിക്സിന് ചേർന്നാണോ? സുധാകരനോട് നിങ്ങൾ പോയിട്ട് ചോദിക്കുക, ഇതല്ല ഇന്ന് വൈകുന്നേരം ചേട്ടൻ മാറുമോ? അപ്പം ഇതൊരു മാധ്യമ സദാചാരമല്ല. ശോഭാ സുരേന്ദ്രൻ ജയസാധ്യതയെ അട്ടിമറിച്ചു. ശോഭയ്ക്കെതിരെ കെ സുരേന്ദ്രൻ, ശോഭയും ഒപ്പമുള്ളവരും ചേർന്ന് വോട്ട് മറിച്ചു. കേന്ദ്ര നേതൃത്വത്തെ ഒരു ഉത്തരവാദപ്പെട്ട മാധ്യമം കൊടുത്ത വാർത്തയാണ്. ഇതിൻ്റെ സോഴ്സ് എന്താണ്? കാരണം ഇതിനെ മാധ്യമ പ്രവർത്തനം എന്ന് പറയാൻ പറ്റില്ല. രാഷ്ട്രീയ പാർട്ടികൾ ഓഡിറ്റിന് വിധേയമാക്കപ്പെടണം, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്, അതൊക്കെ ശരിയാ. പക്ഷെ സത്യസന്ധതയില്ലാത്ത ഇത്തരം വാർത്ത കൊടുത്തിട്ട് അതിനൊക്കെ ഞാൻ ക്ലാരിഫിക്കേഷൻ തരണം എന്ന് നിങ്ങൾ പറഞ്ഞു വന്നാൽ അതിന് സമയമില്ല, മനസ്സുമില്ല. അതെ, ഭയങ്കര അടിയാണ് ഞാനും പി മുരളീധരൻ, ഒരു സംശയമില്ല. ഞാനും പി മുരളീധരൻ തമ്മിൽ അടിച്ചു പിരിഞ്ഞു. കൊടുത്തോളൂ. അല്ലേ, ഇതിനൊക്കെ മറുപടി പറഞ്ഞിട്ട് എന്തിനാണ് നമ്മൾ വെറുതെ? പി മുരളീധരനും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾക്കറിയോ? PK കൃഷ്ണദാസും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ? നിങ്ങളൊരു വാർത്ത, ഒരു കള്ള വാർത്ത കൊടുത്തുമ്പോഴേക്ക് ഞങ്ങൾ അടിച്ചു പിരിയാനാണെങ്കിൽ മുരളീധരൻ വലിയ കരുക്കൾ നീക്കുന്നതാണ്. ഏത് 15 കൊല്ലം മുമ്പ് ഈ സ്ഥാനത്തിരുന്ന് പോയി കേന്ദ്രത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവായിട്ടുള്ള മുരളീധരൻ ഇപ്പം ചരടുവലികൾ നടത്തുകയാണ്. എന്താണ് അനുഭവം? ആരാണ് ഇത് എഴുതി തരുന്നത്? എത്രയാണ് നിങ്ങൾ അപമാനിക്കുന്നത്? എന്നെ ആക്ഷേപിച്ചോളൂ, അതിൻ്റെ പേര് പറഞ്ഞ് ശോഭയെ അപമാനിക്കുന്നു, മുരളീധരനെ അപമാനിക്കുന്നു, MT രമേശിനെ അപമാനിക്കുന്നു, കൃഷ്ണദാസിനെ അപമാനിക്കുന്നു. എന്തിനാണ് നിങ്ങളിത് ചെയ്യുന്നത്? പാലക്കാട് തെരഞ്ഞെടുപ്പിന് ശേഷമല്ല ലേബി സജീന്ദ്രൻ, 2020 ഫെബ്രുവരി 15 മുതൽ നിങ്ങൾ ഈ ആക്ഷേപം തുടങ്ങിയിട്ടുണ്ട്. ഇത് പാലക്കാട് തെരഞ്ഞെടുപ്പിന് ശേഷമാണോ? അല്ല, ആ വിലയിരുത്തലൊക്കെ 7-ാം തീയതി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോരെ. ഞങ്ങൾ വിലയിരുത്താത്ത കാര്യം ഇന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞല്ലോ 14 പേര് വന്നിട്ടില്ല. അല്ല, അവരെ 3 പേരെ മാത്രം എന്തിനാണ് നിങ്ങൾ ഒറ്റയ്ക്ക് ആക്രമിക്കുന്നത്? അല്ലല്ല, ഒരു ഗ്രൂപ്പില്ല. അവർക്ക് ഒരു ഗ്രൂപ്പുമില്ല, അവരാരും ഗ്രൂപ്പിന്റെ ഭാഗമല്ല. അത് അപ്പോഴും നിങ്ങൾ ആക്ഷേപിക്കുകയാണ്. അതായത് MT രമേശും കൃഷ്ണദാസും AN രാധാകൃഷ്ണനും ഒരു ഗ്രൂപ്പാണെന്ന് നിങ്ങൾ ആക്ഷേപിക്കുകയാണ്. അവരൊരു ഗ്രൂപ്പിലുമില്ല, അവർക്ക് ഒറ്റ ഗ്രൂപ്പേ ഉള്ളൂ, BJP ഗ്രൂപ്പ്. അവരാരെങ്കിലും നിങ്ങളോട് പറഞ്ഞോ ഞങ്ങൾക്കൊരു ഗ്രൂപ്പാണെന്ന്? ആഞ്ഞടിക്കുമെന്ന് ശോഭ പറഞ്ഞോ? രാവിലെ ശോഭയോട് വയറിറച്ച് കിട്ടിയില്ല നിങ്ങൾക്ക്? അല്ല, ശോഭയോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് വയറിറച്ച് കേട്ടെന്നാണ് ഞാൻ TV കാണാറില്ല പൊതുവെ. ശോഭയോട് ചോദിച്ചിട്ട് വയറ് നിറച്ച് കേട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? അതായത് എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കി. രാവിലെ മുരളീധരനും ഞാനും അടച്ചിട്ട മുറിയിൽ അരമണിക്കൂർ ഇരുന്ന് നിങ്ങൾ കണ്ടില്ലേ? ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ പരിഹരിച്ചു. ശോഭയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഞാൻ സെറ്റിൽ ചെയ്തു. ഇനി ബാക്കിയുള്ള ആരും കൊണ്ടെങ്കിൽ ഞാൻ സെറ്റിൽ ചെയ്തോളാം. ഇവിടെ ഇരിക്കാൻ നിങ്ങൾ സമ്മതിച്ചാൽ മതി. വൈകുന്നേരത്തോടു കൂടി ദില്ലിയിൽ തിരക്കിട്ട കൂടിയാലോചനകൾ. സംസ്ഥാന നേതൃമാറ്റം ഇന്ന് തന്നെ ഉണ്ടായേക്കും. അധ്യക്ഷ പദവിയിലേക്ക് V മുരളീധരൻ റെഡിയായി കഴിഞ്ഞു. ശോഭാ സുരേന്ദ്രൻ ആഞ്ഞടിച്ചു. കൃഷ്ണദാസും MT രമേശും സന്ദർഭം നോക്കി ആഞ്ഞടിച്ചു. നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ല സഹോദരന്മാർ. രാവിലെ തന്നെ വേറെ ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും എന്താണെന്ന് അറിയാത്ത രീതിയിലാണ് നിങ്ങൾ ഈ 3 ദിവസമായിട്ട് തുള്ളിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് മാധ്യമങ്ങൾ നിരാശരാവേണ്ടി വരും. നിങ്ങൾ വൈകുന്നേരം ഈ യോഗം കഴിഞ്ഞിട്ട് വരിക. ഇന്നത്തെ യോഗം എന്ന് പറയുന്നത് സജീവാംഗത്വത്തെക്കുറിച്ചും പ്രാഥമിക അംഗത്വത്തെക്കുറിച്ചും മാത്രമുള്ള ചർച്ചയാണ്. നിങ്ങൾ എന്തൊക്കെയാണ് എഴുതി വിടുന്നത്? 15 കൊല്ലമായി ദില്ലിയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ശ്രീ V മുരളീധരൻ രാജ്യസഭാംഗത്വം നഷ്ടമായതിനെ തുടർന്ന് കേരള അധ്യക്ഷ പദവി പിടിക്കാൻ ശ്രമിക്കുന്നു. എന്തെങ്കിലും ഒരു അടിസ്ഥാനം നിങ്ങൾ പറഞ്ഞതിലുണ്ടോ? ഈ രീതിയിലുള്ള ചവറ് വാർത്തകളുമായിട്ടാണ് രാവിലെ തന്നെ നിങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടിയിൽ എന്താണ് ഒരു ചവറ് ഇതിന് ചവറ് വാർത്തകളുമായിട്ടാണ് നിങ്ങൾ 3 ദിവസമായിട്ട്. നിങ്ങൾ മഹാരാഷ്ട്രയിലെ, ഞാൻ പറയട്ടെ, മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 15 സീറ്റാണ്. നിങ്ങൾ ഒരക്ഷരം ചർച്ച ചെയ്യുന്നില്ല. പറയട്ടെ സഹോദര, ചേലക്കരയിൽ കോൺഗ്രസ് തോറ്റമ്പി, നിങ്ങൾ ഒരക്ഷരം ചർച്ച ചെയ്യുന്നില്ല. നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? നിങ്ങൾ ആരാണ് ഇവിടുത്തെ? നിങ്ങൾ ഈ പറഞ്ഞ ഒരു കാര്യവും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ചെവിയിൽ നുള്ളിക്കോ. നിങ്ങൾ നിരാശരായിട്ട് വീട്ടിൽ പോകേണ്ടി വരും. ഒരു കാര്യം